കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മണ്ണൂർ കോണത്ത് നിന്ന് ജോസ് ആൻഡ് മറീന ജോസ് ആണ്. ഈ കുടുംബം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് അവരുടെ വസ്തു വിൽക്കുകയും കടഭാരം മാറുകയും ചെയ്തു. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ കുടുംബം നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കണം, മകളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം, ദൈവിക സമാധാനം കൊണ്ട് ഈ കുടുംബം നിറയാം. നമുക്കൊരു നിമിഷം ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, 2 മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ അപ്പാ കർത്താവേ. അതോടൊപ്പം തന്നെ മകളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ഇവരുടെ മേൽ പകർന്ന ദൈവിക കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവിക സമാധാനം കൊണ്ട് നിറച്ചാട്ടെ അപ്പാ, അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ചാട്ടെ അപ്പാ, ദൈവിക സന്തോഷത്തിൽ നിറച്ചാട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ബ്രദറിനെയും വൈഫിനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ പലതും നഷ്ടമായെന്ന് തോന്നിയ സ്ഥലത്ത് ആ നഷ്ടത്തെ ഈ ദിവസം ദൈവം നികത്താൻ പോകുക. La 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 la. ഒരു വാതിൽ തുറന്ന് ഇനി ആത്മാക്കൾ വരത്തില്ല, മലയിടിഞ്ഞ് ആത്മാക്കൾ വരാൻ പോവാ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് ഏപ്രിൽ 1-2 തീയതികളിൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 257 998. നാം എല്ലാവരും കർത്താവിനെ അറിഞ്ഞവരാണ് എങ്കിലും ദൈവിക സന്തോഷം കൊണ്ടാണോ നമ്മൾ എപ്പോഴും ആയിരിക്കുന്നത്? പലപ്പോഴും പിശാചിൻ്റെ തന്ത്രങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ സ്വയം ഇടിയുന്നവരും നിരാശപ്പെടുന്നവരാണ്. എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ അതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേൾക്കാട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നു, ദൈവം വാഴുന്നു അതുകൊണ്ട് സന്തോഷിക്കുക എന്നതായിരുന്നു എൻ്റെ വിഷയം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. റിജോയ്സ് ബിക്കോസ് ഗാഡ് ഈസ് റെയിനിങ്. എല്ലാവരും പറഞ്ഞ് റിജോയ്സ് ബിക്കോസ് ഗാഡ് ഈസ് റെയിനിങ്. ഒരാളുടെ ലൈഫിൽ ആനന്ദിക്കാൻ കഴിയുന്നത്, ക്രിസ്തീയ വിശ്വാസികളിൽ കൂടുതൽ പേരും സന്തോഷിക്കുന്നവരാണോ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ല. അവർ പള്ളിയിൽ വരുമ്പോൾ സന്തോഷിക്കുവോ? വല്ലപ്പോഴും ഒന്ന് ചിരിച്ചാൽ നല്ലത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ പ്രാർത്ഥിക്കുന്നവരാണോ? ആണ്. പ്രാർത്ഥിക്കുന്നവരാകണ്ടേ? തീർച്ചയായിട്ടും. ഉപവസിക്കുന്നവരാണോ? ആണ്. ആകണ്ടേ? തീർച്ചയായിട്ടും ഉപവസിക്കുന്നവരാകണം. പക്ഷേ ആനന്ദിക്കുന്നവരാണോ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസികളിൽ കുറച്ച് പേർ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ സാഹചര്യത്തിലും സന്തോഷിക്കുന്നവരുണ്ട്. എന്നാൽ എന്നെയും നിങ്ങളെയും എന്നെയും കണ്ടാൽ, ഐഡൻറ്റിറ്റി ചെയ്താൽ, എൻ്റെയും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഐഡൻറ്റിറ്റി രോഗസൗഖ്യം ആകരുത്, അത്ഭുതം ആകരുത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങളിൽ വ്യാപരിക്കുന്ന സന്തോഷമായിരിക്കണം. ആമേൻ. എന്താ കൈയടിക്കാത്ത? ഒരു ആമേൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങളിൽ വ്യാപരിക്കുന്ന സന്തോഷമായിരിക്കണം. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരാൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ചർച്ചയിൽ വരുന്നതിനേക്കാളും നിങ്ങൾ ആനന്ദിക്കുന്നത് കണ്ടിട്ട് ചർച്ചയിൽ വരുന്നതാണ് സന്തോഷമുള്ളത്. ലോകം മുഴുവനും സന്തോഷത്തിൻ്റെ പുറകിലാണ്. എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ പാർട്ടികളും ക്ലബ്ബുകളും നൈറ്റ് ക്ലബ്ബുകളും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നറിയോ? ജനം സന്തോഷത്തിന് വേണ്ടി ഓടുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയാണ് എൻജോയ് കിട്ടുന്നത്, സന്തോഷിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് എന്ന് വിചാരിച്ച് ഓടുകയാണ്. നിങ്ങൾ വിദേശങ്ങളിൽ യാത്ര ചെയ്താൽ കാണാം, ആഴ്ചയിൽ 2 ദിവസം ജനം അവരുടെ വീട്ടിൽ പോലും ഇല്ല, എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോവുക. കാരണം പ്രഷർ, തലയിൽ നിന്നുള്ള എന്താ പറയുക, ടെൻഷൻ മാറ്റി വയ്ക്കാൻ വേണ്ടി, അവർ സന്തോഷിക്കാൻ വേണ്ടി രാജ്യങ്ങൾ കറങ്ങുക മാത്രമല്ല, അവർ കള്ളു കുടിക്കുന്നു, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പുറകെ പോകുന്നു. അതാണ് സന്തോഷമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവർ സന്തോഷത്തിലല്ല താനും.
സഭ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൽ യഥാർത്ഥ സന്തോഷം കാണിക്കുന്ന സ്ഥലമാണ്. എൻ്റെ വിശ്വാസി അറിയേണ്ട കാര്യം, നിങ്ങളിലെ സന്തോഷമാണ് മദ്യപാനിയായ ഒരാളെ രക്ഷിക്കുന്നത്. കമോൺ, കൈയടിക്കേ, ഹല്ലേലൂയ പറ. നിങ്ങളിലെ ആനന്ദമാണ് പാപം ചെയ്യുന്ന ഒരാളെ ഇതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അട്രാക്ട് ചെയ്യുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിക്കുമ്പോൾ യെശയ്യാ 61 അതിൻ്റെ 7ാമത്തെ വാചകം പറഞ്ഞു. അവസാന വാക്കുകൾ ഇങ്ങനെയാണ്: നിത്യാനന്ദം അവരിലുണ്ടാകും. അപ്പൊ യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം ദൈവം പ്രതീക്ഷിച്ചത് സഭ ആനന്ദത്തിൻ്റെതാകണം, വ്യക്തികൾ ആനന്ദത്തിൻ്റെ ആകണം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ, അയാളുടെ അകത്ത് നിലനിൽക്കുന്ന ആനന്ദം ഉണ്ടാകണമെങ്കിൽ, അയാളുടെ ഉള്ളിൽ ആഴത്തിൽ പതിയേണ്ട കാര്യമാണ് ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ആരെന്നെ നിയന്ത്രിക്കുന്നു? ദൈവം നിയന്ത്രിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്തേക്ക് അത് കയറിയാൽ നിങ്ങൾ ഒരു സാഹചര്യത്തിലും കരയത്തില്ല, ഒരു സാഹചര്യത്തിലും നിലവിളിക്കത്തില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നു, ഞാനൊരിക്കൽ സിംഗപ്പൂർ പോയ സമയത്ത് അവിടെയുള്ള പാസ്റ്റർ അഗസ്റ്റിൻ എന്നെ ഒരു ചർച്ചിൽ കൊണ്ടുപോയി. ആ ചർച്ചിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ എയർ ഹോസ്റ്റസും ക്യാപ്റ്റൻസും മാത്രമേ ഉള്ളൂ. വേറെ ആരും അതിനകത്ത് സ്റ്റാഫുകളില്ല, വേറെ ആരും വിശ്വാസികളില്ല. അവർ മാത്രം കൂടുന്നൊരു കൂട്ടായ്മ. എനിക്കിവരെ കണ്ടപ്പോൾ എല്ലാവരും കാണാൻ നല്ലത്, എല്ലാവരും വളരെ മനോഹരമായി ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാനത് മോശമാണെന്നല്ല പറയുന്നത് കേട്ടോ, ഞാൻ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് പോയത്. പക്ഷേ എനിക്കവരെ നോക്കിയപ്പോൾ അവരെല്ലാം ഹൈ ക്ലാസ് ആയിട്ടിരിക്കുന്ന ആളുകളായിട്ട് തോന്നി. എൻ്റെ ഉള്ളിൻ്റെ ഒരു ചിന്ത, 10ാം ക്ലാസ്സും ഗുസ്തിയേ ഉള്ളൂ, ഇവരുടെ നടുവിൽ ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിച്ചാൽ ഇവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവരോട് സംസാരിച്ചാൽ എന്നതാകും. സ്വയത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി അല്പനേരം. പക്ഷേ ആ സമയത്ത് കർത്താവിനോടൊരു വാചകം പറഞ്ഞു: വിക്കനായ മോശയെ ഞാൻ 20 ലക്ഷം പേരുടെ നടുവിൽ നിർത്തിയതുപോലെ ഞാനാണ് നിന്നിവിടെ നിർത്തിയിരിക്കുന്നത്. നീ അബദ്ധത്തിൽ അവിടെ വന്ന് നിന്നതല്ല, ഞാനവിടെ നിർത്തിയതാ. അയ്യോ, എന്നെ സന്തോഷമായിരുന്നു അറിയാം. എനിക്ക് അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നീ അബദ്ധത്തിൽ ഇവിടെ ആയതല്ല, ദൈവം നിന്നെ ആക്കിയതാ. അതിൻ്റെ അർത്ഥം എന്നാന്ന് മനസ്സിലായോ? ഞാനാണ് നിന്റെ ജീവിതത്തെ വാഴുന്നത്, മുഴുവൻ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. നിങ്ങളെന്താ കൈയടിക്കാത്തൊരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ അകത്തേക്ക് ഈ ചിന്ത കയറട്ടെ സഹോദരങ്ങളെ, ഈ അകത്തേക്ക് ഈ ബോധ്യം കയറട്ടെ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ 91, എനിക്ക് സങ്കീർത്തനക്കാരനെ ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ കാണാം, എല്ലാ സങ്കീർത്തനങ്ങളും അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും ഇടയിലും ആനന്ദിക്കുന്ന ദാവീദിനെ കണ്ടുകൊണ്ട്. ദാവീദിനോട് ചോദിക്കാം, ദാവീദ് നീ എന്താ ആനന്ദിക്കുന്നത്? ദാവീദ് പറയും, എൻ്റെ ദൈവം വാഴുന്നു. ആമേൻ. എൻ്റെ ലൈഫിനെ ആട്ടിടയിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ച ആ രാജാതി രാജാവ് എൻ്റെ ജീവിതത്തിൽ വാഴുന്നത് കൊണ്ട്. കമോൺ, കൈയടിച്ചു ആമേൻ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ദാവീദ് എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേയിരുന്നത്. നിങ്ങളുടെ അകത്ത് ആഴത്തിൽ എന്ത് പതിയണം? ദൈവം എൻ്റെ ജീവിതത്തെ വാഴുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ആനന്ദിച്ചാൽ മതി. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നോട് എൻ്റെ കൂടെ ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ദൈവം എൻ്റെ ജീവിതത്തിൽ വാഴുകയാണ്. ഉറക്കെ പറ, ദൈവം എൻ്റെ ജീവിതത്തിൽ വാഴുകയാണ്. പ്രിയ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് ചെയ്യുക? വാഴുകയാണ്. അനർത്ഥമൊന്നും എൻ്റെ വീട്ടിൽ വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. കമോൺ, കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. സങ്കീർത്തനം 91:10 ഞാൻ പറഞ്ഞത്, അനർത്ഥം നിന്റെ കൂടാരത്തിൽ ഭവിക്കുകയില്ല. നിങ്ങൾക്ക് ആ വാക്യത്തിൻ്റെ മലയാളമാണ് നമ്മൾ വായിച്ചത്. ഇംഗ്ലീഷിലെ ഒരു വേർഷൻ ഞാൻ വായിക്കട്ടെ. നോ ഈവിൾ വിൽ കോൺകർ യു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവും നിന്നെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. അനർത്ഥം നിനക്ക് വരികയില്ലെന്ന് മാത്രമല്ല, ശത്രു നിന്നെ ജയിക്കത്തില്ല. കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. നിന്നെ ആര് ജയിക്കത്തില്ലെന്ന? ഒരു ശത്രു നിന്നെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്, ഒരു അപകടവും നിനക്ക് വരികയില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ശത്രു നിന്നെ ജയിക്കത്തില്ല, നിനക്കൊരു അപകടവും വരത്തില്ല. മലയാളത്തിൽ പറഞ്ഞത്, ഒരു അനർത്ഥവും നിനക്ക് സംഭവിക്കുകയില്ല. അനർത്ഥം എൻ്റെ പേരിലുള്ളതല്ല. കാരണം അനർത്ഥത്തിൻ്റെ മുകളിൽ വാദിക്കുന്ന ശത്രുവിൻ്റെ മുകളിൽ എൻ്റെ യേശു ജീവിക്കുകയാണ്. അനർത്ഥം കൊണ്ടിരുന്നതിൻ്റെ മുകളിൽ എൻ്റെ ദൈവം വാഴുകയാണ്.
എനിക്കിഷ്ടമുള്ള താഴോട്ടുള്ള വാക്കുകൾ വായിക്കാവോ നിങ്ങൾക്ക്? അതിൻ്റെ താഴോട്ട് വായിക്കാവോ? നിന്റെ എല്ലാ വഴികളിൽ നിന്റെ ദൂതന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ പരിപാലിക്കും. നിന്റെ കാൽ കല്ലിൽ മേൽ തട്ടിപ്പോകാതെ വണ്ണം സൂക്ഷിക്കും. കഴിഞ്ഞില്ല, സിംഹത്തെയും അണിലിയെയും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ കാല് അണിലിയുടെ മേളിൽ നടക്കാനുള്ളതാ. ജോയ്ഫുൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് കഴിഞ്ഞാൽ കടിച്ചാൽ അപ്പൊ തീരുന്ന കക്ഷിയുടെ മേളിൽ നീ ചവിട്ടും, പക്ഷേ അതൊന്നും ദോഷം നിനക്ക് വരുത്തുകയില്ല. Come on, brothers. അതെന്താ കാരണം? എൻ്റെ മുകളിൽ വാഴുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അവ ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. കാരണം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെ പാമ്പുകളെയും തേളുകളെയൊക്കെ പുറത്താക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു, നിങ്ങൾ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഭൂതങ്ങൾ പുറത്തു പോയത് കൊണ്ടല്ല സന്തോഷിക്കേണ്ടത്. എന്നിട്ട് അടുത്ത വാചകം പറഞ്ഞു, നിങ്ങൾക്കറിയാവോ? സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് അത്രേ സന്തോഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയോ നിങ്ങൾക്ക്? സ്വർഗം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. സ്വർഗത്തിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ. സ്വർഗമാ നിങ്ങളിൽ വേണ്ടി ചിലത് ചെയ്യുന്നത്. അതുകൊണ്ട് ശത്രുവിന് ഒരിക്കലും നിന്നെ വാഴാൻ കഴിയുകയില്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒന്നാമത് ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മളിത് തൊട്ടു, ഒന്ന് തൊട്ട് പോയെന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചാട്ടെ, നമ്മളെ വാഴുന്നത് ദൈവമാണ്. നമ്മളെ ദൈവം വാഴുന്നത് കൊണ്ടും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടും ചിലത് കൂടെ നമുക്കറിയാം. അടുത്ത ആഴ്ച ഞാൻ ദൈവം വാഴുന്നതായിരിക്കും പഠിപ്പിക്കുന്നത് കേട്ടോ. ചിലത് നമുക്കറിയാം, രോഗം നമ്മളെ തൊടത്തില്ല, അനർത്ഥം നമ്മളെ തൊടത്തില്ല, ശത്രു നമ്മളെ തൊടുകയില്ല. അല്ല, ഒരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനോട് പറയും പോടാ എന്ന് പറയും. കാരണം രോഗം ശത്രുവിന്റെ തന്ത്രമാണെന്ന് നമുക്കറിയാം. എത്ര പേർക്ക് അറിയാം? ഞാൻ പറഞ്ഞതുപോലെ പിശാച് കൊണ്ടുവരുന്ന അതെന്ന് നമുക്ക് അറിയാം. എത്ര പേർക്ക് അറിയാം? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ അറിയാവോ എന്ന് ചോദിച്ചേ. അറിയാവോ ആരാ രോഗം കൊണ്ടുവരുന്നയാൾ? ആരാ? സംശയമൊന്നുമില്ല, രോഗം കൊണ്ടുവരുന്ന കള്ളനാ. അനർത്ഥങ്ങൾ കൊണ്ടുവരുന്നത് ആരാ? കള്ളനാ. പക്ഷേ നമ്മളെ അറിയാതെ അനർത്ഥങ്ങൾ നമ്മൾ വിശ്വാസികളായ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അനർത്ഥങ്ങൾ വരുന്നത് കള്ളൻ്റെ പരിപാടിയാണ്, രോഗങ്ങൾ കൊണ്ടുവരുന്നത് കള്ളൻ്റെ പരിപാടിയാണ്. എന്നാൽ പിശാച് നമ്മളെ കളിപ്പിച്ചിരിക്കുന്നൊരു സ്ഥലത്തേക്ക് നിങ്ങളെ ഒന്ന് വിരലിച്ചു കൊണ്ടുപോകാൻ ഞാൻ. ആ സ്ഥലം നമുക്ക് വാസ്തവത്തിൽ അറിയത്തില്ല, പിശാചിൻ്റെ ട്രാപ്പാന്ന് അറിയത്തില്ല. നമുക്ക് അടുത്ത വാചകം സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ കൂടെ ഉണ്ടോ? രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും നിനക്ക് പേടിപ്പാനില്ല. 4 കാര്യങ്ങളും പറയേണ്ടതാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം, ചില അപകടങ്ങൾ രാത്രിയിൽ നടക്കുന്നത് ചില യാമങ്ങളിലാണ്. നമ്മൾ അങ്ങോട്ട് പോകണ്ട അല്ലേ? കരകയർത്തി പറഞ്ഞാട്ട് ചില സമയങ്ങളിലാണ് അപകടങ്ങൾ കൂടുതൽ നടക്കുന്നത്. ആളുകൾ പറയും ആ സമയത്ത് ആ മനുഷ്യൻ ഉറക്കം വരുന്നത്. അല്ല, ആ സമയത്ത് എല്ലാവരും കയറി കൂടുതൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളെന്താ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയാത്തെ? അതേപോലെ ദൈവവചനം വായിക്കുകയാ, പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പകൽ പറക്കുന്ന. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഈ പകൽ പറക്കുന്ന അസ്ത്രം? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ എന്താ ഈ പകൽ പറക്കുന്ന അസ്ത്രം ചോദിച്ചോ? അവരെന്തെങ്കിലും പറഞ്ഞോ മറുപടി? ഞാനതിനെ ഇംഗ്ലീഷ് വേർഷനിലെ ബൈബിൾ ഒന്ന് വായിക്കാവേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. വളരെ മനോഹരമായൊരു വാക്യം ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ദ ഈവിൾ പ്ലോട്ട്സ് ആൻഡ് ദ സ്ലൻഡേഴ്സ് ഓഫ് ദ വിക്കറ്റ്സ്. സ്ലൻഡേഴ്സ് ഓഫ് ദ വിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിക്കറ്റായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദുഷ്ട മനുഷ്യരുടെ വായിൽ നിന്ന് വരുന്ന അപകീർത്തി ഉണ്ടാക്കുന്ന വാക്കുകൾ. ഒന്ന് പറയാമോ എൻ്റെ കൂടെ? ദുഷ്ട മനുഷ്യരുടെ വായിൽ നിന്ന് വരുന്ന അപകീർത്തി ഉണ്ടാക്കുക, അപമാനം ഉണ്ടാക്കുന്ന വാക്കുകൾ. സത്യത്തിൽ ദാവീദ് പറയുക, പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി അസ്ത്രമല്ല, കമ്പി കൊണ്ടുള്ള ഒരു അസ്ത്രമല്ല, പകരം മനുഷ്യരുടെ വായിൽ നിന്ന് വരുന്ന നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ദുർഭാഷണങ്ങളാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ എന്തുകൊണ്ടായിരിക്കും ഈ ദുർഭാഷണത്തിനെ അസ്ത്രം എന്ന പേര് വിളിക്കാൻ കാരണം? 2-3 കാരണങ്ങളുണ്ട്. ഈ ദുർഭാഷണത്തിൻ്റെ പ്രത്യേകത, ഒന്നെങ്കിൽ അത് നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളെ അത് മുറിവേൽപ്പിക്കും.
അല്ലെങ്കിൽ അത് നിങ്ങളെ കഠിനമായി വേദനിപ്പിക്കും. ഒന്ന് പറയാമോ എന്തൊക്കെയാ? ഒന്നെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യും? കുന്നുകളയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതികഠിനമായി മുറിവേൽപ്പിക്കും, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിലാക്കി കളയും. അല്ലെങ്കിലോ അത് അതിശക്തമായി വേദനിപ്പിക്കും. അതുകൊണ്ടാണ് അതിനെ അസ്ത്രം എന്ന് വിളിച്ചത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നാൽ ഈ ദുർഭാഷണം പിശാചിൻ്റെ അസ്ത്രമാണെന്നും നിങ്ങൾക്ക് നേരെ സംസാരിക്കുന്ന ദുരാരോപണങ്ങൾ പിശാചിൻ്റെ സൂത്രമാണെന്നും ദൈവ പൈതലിന് വാസ്തവത്തിൽ അറിയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവ പൈതൽ അതിനെ ശാസിക്കത്തില്ല. ദൈവ പൈതൽ അതിനെ ഓവർകം ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. തൻ്റെ മുമ്പിൽ അപമാനങ്ങൾ വന്നാൽ കരയുന്ന, നിലവിളിക്കുന്ന പ്രാർത്ഥനക്കാരെ ഞാൻ കണ്ടുള്ളൂ. അതിനെ മറികടക്കുന്ന ആളുകളെയോ അതിനെ മറികടന്ന് ജയിച്ച് ആനന്ദിക്കുന്ന ആളുകളെയോ വളരെ വിരലിലുണ്ടാകുന്നവരെ പോലും ഞാൻ കണ്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നോട് കൂടെ കുറെ കരമുയർത്തി പറഞ്ഞ്, ദുരാരോപണങ്ങൾ, അപമാനങ്ങൾ, എനിക്ക് നേരെ സംസാരിക്കുന്ന ദുരാരോപണങ്ങൾ, അപമാനങ്ങൾ, ആക്ഷേപങ്ങൾ. കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാം, ഒരു ഹല്ലേലൂയ പറയാം. ശബ്ദം. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, നമുക്കൊരു വാക്യം വായിക്കാം. അത് വായിക്കേണ്ട ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 12-ാം അധ്യായം എടുക്കാം. അതിന് 9ഉം 10ഉം വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാട്ടെ. 10ാമത്തെ വാക്യത്തിൻ്റെ പകുതിയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വായിക്കുന്നത് നല്ലതാ. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അടുത്ത വാക്ക് നിങ്ങൾക്കൊന്ന് വായിക്കാവോ? നമ്മളുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അപ്പൊ കള്ളന്റെ പേരുകളിൽ ഒന്ന്, അവൻ കൊലപാതകൻ മാത്രമല്ല, അവൻ്റെ പേര് ചതിയനെന്ന് മാത്രമല്ല, മോഷ്ടിക്കുന്നവന് മാത്രമല്ല, അവനൊരു വേറൊരു പേരും കൂടെ ഉണ്ട്. അവൻ്റെ പേരാണ് അപവാദി. എല്ലാവരും പറഞ്ഞേ, കുറ്റം പറയുന്നവൻ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കരമുയർത്തി എന്ന് പറഞ്ഞേ, അപവാദി, കുറ്റം പറയുന്നവൻ. കരമുയർത്തി പറയണം, എൻ്റെ കൂടെ പറ, അപവാദി, കുറ്റം പറയുന്നവൻ. നിങ്ങൾ അറിയാവോ, ഈ അപവാദി ചെയ്യുന്ന രീതി ഒന്നറിയണം. എങ്ങനെയാ ഇത് അസ്ത്രമായി നമുക്ക് തീരുന്നത്? എങ്ങനെയാ അത് നമ്മളെ മുറിവേൽപ്പിക്കുന്നത്? എങ്ങനെയാ അത് മുറിവേൽപ്പാൻ ഇടയാക്കുന്നത്? ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് നേരെ ഒരു ആരോപണമോ ആക്ഷേപമോ എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. അത് ആരിൽ നിന്നുണ്ടായതാണെന്ന് നമ്മൾ കേട്ടു, പിശാചിൽ നിന്നുണ്ടായതാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. അതെന്ത് ചെയ്യുമെന്ന് പറയുന്ന വാക്യം ഒന്ന് വായിക്കാവോ? സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 23-ാമത്തെ വാക്യം. വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി വാക്ക് കോപത്തെ ജനിപ്പിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത്, the north wind brings forth the rain, so does the backbiting tongue. പുറകെ നിന്ന് കുത്തുന്ന തങ്ങെന്നാണ് എഴുതിയിരിക്കുന്നത്. നാക്കെന്ന അവിടെ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പുറകെ, ഏഷണി പറയുന്നത്, പുറകെ കുത്തുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ശബ്ദകീർത്തനം ഹല്ലേലൂയ പറയാമോ? അതെന്തു കൊണ്ടുവരുന്നു എന്നാ പറഞ്ഞേ? അവിടെ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധിച്ചേ, കോപത്തെ കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങൾ ആക്ഷേപം കേൾക്കുമ്പോൾ കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയാമോ? ആദ്യം നിങ്ങളിൽ ഉണ്ടാകുന്ന വികാരം സന്തോഷമല്ല, സങ്കടമല്ല, ആ വ്യക്തിയോട്, ആ പറഞ്ഞ ആളിനോടുള്ള വൈരാഗ്യമാണ് ഏറ്റവും ആദ്യം പൊങ്ങി വരിക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോലും ക്ഷമിക്കുവാനും ദൈവിക സ്നേഹത്തെ പങ്കുവെക്കുവാനും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ ബ്രദറിന്റെ പേര് ശ്യാം തോമസ്. പൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് ഈ ബ്രദർ വരുന്നത്. ഈ ബ്രദർ ബോംബെ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനി നഷ്ടത്തിലായതിനെ തുടർന്ന് ബ്രദറിന് 2 മാസത്തെ സാലറി ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒത്തിരി പ്രയാസത്തോടായിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചർച്ചിലേക്ക് കടന്നു വന്നത്. 1 മാസത്തിന് മുന്നെയാണ് ചർച്ചിലേക്ക് വന്നത്. ബ്രദറിൻ്റെ അടുത്ത് വന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ബ്രദർ പറഞ്ഞത് അടുത്ത 1 മാസത്തിനകം തന്നെ അടുത്ത നല്ലൊരു ജോലി ബ്രദറിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രദറിന് കിട്ടി. ബാംഗ്ലൂർ എയർപോർട്ടിൽ അതേ പോസ്റ്റിൽ തന്നെ കർത്താവ് വലിയൊരു ജോലി നൽകി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. താങ്ക് യു ജീസസ്. ജോലി പോയി ഇവിടെ വന്നിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയുണ്ടായത്. അതെ, ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ സഹോദരി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ അളിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ആമേൻ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. താങ്ക് യു ജീസസ്. സിസ്റ്റർ, ഈ മോൻ്റെ പേര് അലൻ രാജ് എന്നാണ്.
ചക്രപാണിപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ മോൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ മോൻ 5 മാസമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. കൂടാതെ രാവിലെ ആകുമ്പോൾ മൂക്കിൽ വേദനയും തുമ്മലുമായിരുന്നു. ഈ മോന് ശ്വാസം മുട്ടൽ കാരണം രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വളരെയധികം വിഷമിച്ചിരുന്ന സമയത്താണ് ജൂലൈ മാസം ചർച്ചിൽ വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച സമയത്ത് ബ്രദർ പറഞ്ഞു, നിനക്ക് മൂക്കിൽ അലർജി ഉണ്ട്, യേശു അത് മാറ്റുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് മോൻ പറയുന്നത് മോന്റെ ശരീരത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടു എന്നാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം മോൻ പറയുന്നത് ഇതുവരെ ആ ബുദ്ധിമുട്ടുകൾ ഒന്നും വന്നില്ല എന്നാണ്. താങ്ക് യു ജീസസ്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8. മോൻ എന്തായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നത്? ശ്വാസം മുട്ടലായിരുന്നു, ഉറങ്ങാൻ പറ്റൂല, രാത്രി ഉറങ്ങാനേ കഴിയത്തില്ല, അപ്പോഴപ്പോഴും ഉണരും, കൂടെ ഉണരും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ എന്തായിരുന്നു? രാവിലെ എന്തായിരുന്നു പ്രയാസം? മൂക്കിൽ അലർജി കാരണം അപ്പോഴപ്പോഴും തുമ്മും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുമ്മൽ തുടങ്ങും. പ്രാർത്ഥിച്ചതിന് ശേഷം ഇതൊക്കെ മാറി. ഇപ്പം അങ്ങനെ ഒരു പ്രയാസം ഇല്ല. എത്ര നാളായിട്ട് സൗഖ്യം ഉണ്ടായി? 5 മാസമായി. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. മോൻ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ പ്രയാസമാണ്, അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ അത്ഭുതകരമായി മോനെ സൗഖ്യമാക്കാനിടയെ തീർന്നു. താങ്ക് യു ജീസസ്. ആമേൻ. ഇവർ അമ്പൂരി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ മോൻ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം അവസാനമായപ്പോൾ ഈ മോന് കാലിൽ വല്ലാത്ത വേദന ഉണ്ടായി. സ്കൂൾ ലെവൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് കളിക്കുന്നതിനിടയിലുണ്ടായ വേദനയാണെന്ന് പറഞ്ഞ് സാരമാക്കിയില്ല. എന്നാൽ വേദന കഠിനമായതിനെ തുടർന്ന് പല ഹോസ്പിറ്റലുകളിലും കാണിച്ചു, എക്സ്റേ എടുത്തു. വേദനയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായില്ല. തുടർന്ന് MRI സ്കാനിൽ ലിഗമെന്റ് അകന്നു പോയതായി കണ്ടെത്തി. അതേ തുടർന്ന് കാലിൽ ബെൽറ്റ് ഇടേണ്ടി വന്നു. ഇവർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ബെൽറ്റ് കാരണം അവർക്ക് മോനെ സ്കൂളിൽ പോകുന്നതിന് കഴിഞ്ഞില്ല. മോനെ കൊണ്ടുവരണമായിരുന്നു. കുളിക്കുന്നതിന് പോലും ബെൽറ്റ് ഊരാൻ കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം വേദനയായിരുന്നു. ശരിയായി വസ്ത്രം ധരിക്കാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ മോന്റെ പേരെന്താ പറഞ്ഞേ? സംഗീതനൊന്ന് പറയാവോ? മോന്റെ പ്രയാസം എന്തുവായിരുന്നു? കാല് മടക്കാൻ പറ്റില്ല. പിന്നെ സിസ്റ്റർ പറയുന്ന പോലെ മോനെ ഡ്രസ്സ് ധരിക്കാൻ പ്രയാസമായിരുന്നു. കൊണ്ടുപോയും കൊണ്ടാക്കുവാണോ മോനെ ചെയ്തിരുന്നേ? അത്രയും നടക്കാൻ പറ്റത്തില്ല മോനെ. ഓക്കെ. എന്നാൽ 2 ആഴ്ച മുമ്പാണ് നമ്മുടെ ചർച്ചിനെ കുറിച്ച് അറിഞ്ഞ് ചർച്ചിലേക്ക് കടന്നു വന്നത്. മോനിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് ബ്രദർ ആ സമയം തന്നെ പ്രാർത്ഥിച്ചു. ആ നിമിഷം യേശു കർത്താവ് തൊട്ടു. മോന്റെ ലിഗമെന്റ് നോർമലായി, ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നു, മോനെ അന്ന് വന്നതിന്റെ അന്ന് തന്നെ മോൻ സൗഖ്യമായോ? ആ സമയം മുതൽ മോനെ നടക്കാൻ പറ്റി തുടങ്ങി. ഇപ്പൊ ആരോഗ്യത്തോടെ ആയിരിക്കും. അമ്മ എന്ന് പറയാവോ? അവൻ എന്തോ ഉണ്ടായെന്ന് പറയാവോ? അവന്റെ കാലിന് വേദനയായിരുന്നു. അങ്ങനെ ആശുപത്രി 3-4 ആശുപത്രി മാറി കൊണ്ടുപോയി. കുറവില്ല, അങ്ങനെ ബെൽറ്റ് ഇടേണ്ടി വന്നു. ബെൽറ്റ് ഇട്ടതിന്റെ കാരണം ലിഗമെന്റ് അകന്നു പോയി. ഇവിടെ വരുമ്പോ ബെൽറ്റ് ഇട്ടുകൊണ്ടാ വന്നത്. അതെ, വന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് തന്നെ അവന് സൗഖ്യം കിട്ടി. പിറ്റേന്ന് തൊട്ട് അവൻ സ്കൂളിൽ നടന്നാ പോയത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമുള്ള കാര്യമാണല്ലോ. ബ്രദറെ, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന നല്ലൊരു കർത്താവിന്റെ അത്ഭുത സാക്ഷ്യമാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത്. ഈ കുടുംബം ആദ്യമായിട്ടാണ് നമ്മുടെ ചർച്ചിൽ കടന്നു വരുന്നത്. ആന്റിയുടെ പേര് ബിന്ദു എന്നാണ്. അമ്മയുടെ പേര് വിജയമ്മ. വർക്കല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ അമ്മയ്ക്ക് കിട്ടിയ അത്ഭുത സാക്ഷ്യമാണ് പറയാനുള്ളത്. ഈ അമ്മയ്ക്ക് കഴിഞ്ഞ ജൂൺ മാസം 16-ാം തീയതി യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അമ്മയുടെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. കൂടാതെ അമ്മ 26 വർഷങ്ങൾക്ക് മുമ്പേ അമ്മയുടെ സഹോദരന് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തതായിരുന്നു. 26 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാക്കിയുണ്ടായിരുന്ന ഒരു കിഡ്നിക്കായിരുന്നു കംപ്ലൈന്റ്. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു ടെമ്പററി ആയിട്ട് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ഡയാലിസിസ് ചെയ്തു. 4ാമത്തെ ഡയാലിസിസ് ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് ന്യൂമോണിയ വരുവാനിടയായി. അങ്ങനെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ICUയിൽ 10 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ആൻറ്റി പറയുന്നത് ഈ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. കൂടാതെ ഡോക്ടർമാർ മെഡിസിൻ കൊടുത്താൽ അത് ബോഡി റെസ്പോണ്ട് ചെയ്യത്തില്ലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് 72 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ, റിലേറ്റീവ്സിനെ എല്ലാം അറിയിച്ചു കൊള്ളാൻ പറഞ്ഞു. കൂടാതെ ഈ ആൻറ്റിയുടെ നാത്തൂൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നാത്തൂൻ നമ്മുടെ ചർച്ചിലെ നമ്പർ നെറ്റിൽ നിന്ന് എടുത്തു, പ്രെയർ ലൈനിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് ഈ അമ്മയ്ക്ക് പ്രാർത്ഥിച്ച് ആ ആഴ്ച തന്നെ വളരെയധികം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കൂടാതെ ആ സമയത്ത് ആൻറ്റിയുടെ നാത്തൂൻ ഒരു തീരുമാനം എടുത്തിരുന്നു. അമ്മയ്ക്ക് കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ വീട്ടിൽ വരുന്ന ആ
ആഴ്ച തന്നെ ചർച്ചിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. കൂടാതെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ആഴ്ച തന്നെ അമ്മയുടെ ബോഡിയിൽ ആ മെഡിസിൻസ് എല്ലാം റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ആൻറ്റി പറയുന്നത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവെ, അമ്മയ്ക്ക് കൊടുത്ത അവിടുത്തെ അത്ഭുത സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി നന്ദി കർത്താവെ. ഒരു കിഡ്നി കൊടുത്തതാണ്, എന്നാൽ മറ്റേ കിഡ്നിക്ക് ഉണ്ടായ ഡാമേജ് നീ തൊട്ടാട്ടെ അപ്പ. ആരോഗ്യത്തോടെ കിഡ്നി ഇരിക്കട്ടെ അപ്പ. സന്തോഷമായിട്ട് പോയാട്ടെ. താങ്ക് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഇവരായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവിക സന്തോഷം അനുഭവിക്കാനും ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനും തക്കോണം കർത്താവേ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാവണമേ. രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അവരായിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും കർത്താവെ അവിടുന്ന് കരുതുന്നത് അവർ അനുഭവിക്കട്ടെ. വിശ്വാസത്തോടു കൂടെ കർത്താവെ അവരെ സാഹചര്യത്തെ അതിജീവിക്കുവാൻ തക്കോണം കർത്താവെ അതിൽ നിന്ന് പുറത്തു വരുവാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ലിവറിന് പ്രയാസമായിരിക്കുന്ന ആ വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ കർത്താവെ. അവരുടെ മേലായിരിക്കുന്ന ആ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ മാറിപ്പോട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അമിതമായിട്ട് മുടി കൊഴിയുകയും ഹോർമോണിന് പ്രയാസവുമുള്ള വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ മേലെ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ, സൗഖ്യം വ്യാപരിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, താൻ ചെയ്യുന്ന ബിസിനസ്സിൽ അതിൽ നഷ്ടം വരുന്നു. ഗാർഡൻ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഗാർഡനിങ് നഴ്സറിയാണ് ചെയ്യുന്നത്. കർത്താവെ അതിന്മേൽ നഷ്ടമുണ്ടാകുന്നതിനെ തുടർന്ന് മനോവ്യസനത്തോടായിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാവട്ടെ. കർത്താവെ, ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ അപ്പാ, നന്മയുണ്ടാവട്ടെ. ആ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാവട്ടെ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ ഇനി കാണും വരെ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.